നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്ന ദുർലഭമായ 3 കാര്യങ്ങളുണ്ട്. മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാത്മാക്കളുടെ സാമീപ്യം എന്നിവയാണ് ആ 3 കാര്യങ്ങൾ. ഒരു ജീവാത്മാവ് പല പല ശരീരങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് മനുഷ്യ ശരീരത്തിലെത്തുന്നത്. വിഷ്ണുപുരാണ പ്രകാരം മനുഷ്യത്വം ലഭിക്കാൻ പിന്നിടേണ്ട ശരീരങ്ങളുടെ കണക്ക് വിവരിക്കുന്നുണ്ട്. 20 ലക്ഷം തരം സ്ഥാവര ശരീരങ്ങൾ, 20 ലക്ഷം തരം ജലജന്തുക്കളുടെ ദേഹങ്ങൾ, 10 ലക്ഷം തരത്തിലുള്ള പക്ഷി ശരീരങ്ങൾ, 30 ലക്ഷം മൃഗശരീരങ്ങൾ, 4 ലക്ഷം വാനരാദി ശരീരങ്ങൾ. മനുഷ്യജന്മപ്രാപ്തി അതിദുർലഭം മഹത്തരമെന്നും വ്യക്തമാക്കുന്നതാണ് ഈ വിവരണം. പക്ഷേ മനുഷ്യജന്മം ഇത്ര ദുർലഭമാണെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നതാണ് സത്യം. ഇന്ന് ലോകത്ത് 700 കോടിയിലധികം മനുഷ്യരുള്ളപ്പോൾ ഋഷിമാരുടെ ഈ പ്രസ്താവന എങ്ങനെ ശരിയാകും എന്ന് സംശയിക്കാം. അതിനെക്കുറിച്ച് നാളെ പറയാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. നാരീസ്തനഭര നാഭിദേശം ദൃഷ്ട്വാ മാഗാ മോഹവേശം നാരീസ്തനഭര നാഭിദേശം ദൃഷ്ട്വാ മാഗാ മോഹവേശം ഏതന്മാംസവസാദി വികാരം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം മനസി വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കരസ്തോത്രാമൃതം. മനുഷ്യനെ ഏറ്റവും അധികമായി ബന്ധിക്കുന്നത് കാമം അഥവാ ആഗ്രഹമാണ്. സ്ത്രീ പുരുഷാദി ഭേദകൽപ്പന കൊണ്ടും ധനവിഷയത്തിലുമാണ് മുഖ്യമായും ഇത് വരുന്നത്. ഇവയിൽ ഏറ്റവും ബന്ധകാരിയായി കാണപ്പെടുന്നത് വിഷയഭോഗ തൃഷ്ണയോടൊത്ത കാമമാണ്. ഇതിനെതിരെ ജാഗ്രതയായിരിക്കാൻ ശിഷ്യനോട് ഉപദേശിക്കുന്ന മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദത്തിലെ 12ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. മോഹമുദ്ഗരത്തിൽ 2ാം ഭാഗത്ത്
അതായത് ചതുർദശ മഞ്ജരികയിൽ 11 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. എല്ലാ ശ്ലോകങ്ങളും വിചാരജനകങ്ങളാണ്. 12ാം ശ്ലോകം ശ്രദ്ധിക്കാം. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. ഈ ശ്ലോകത്തിൽ നാരീസ്തനഭരനാഭീദേശം എന്നിടത്ത് നാരീസ്തനഭരനാഭിനിവേശം എന്ന് പാഠഭേദമുണ്ട്. അതുപോലെ ദൃഷ്ട്വാ മാഗാമോഹാവേശം എന്നുള്ളിടത്ത് മിഥ്യാമായാമോഹാവേശം എന്ന് പാഠമുണ്ട്. ഇങ്ങനെ 2 പാഠങ്ങൾ കാണുന്നുണ്ട്. രണ്ടും നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ, നാരിമാരുടെ, സ്ത്രീകളുടെ, നാരിമാരുടെ സ്ത്രീകളുടെ സ്തനഭരനാഭീദേശം, സ്തനദേശങ്ങൾ, മാരിടങ്ങൾ, മുലകൾ, അതുപോലെ വളരെ ഭരനാഭീദേശം, വിസ്തൃതമായ നാഭീദേശങ്ങൾ, സ്ത്രീകളുടെ മുലകളും നാഭീദേശവുമൊക്കെ കണ്ടിട്ട് ദൃഷ്ട്വാ, കണ്ടിട്ട് മോഹാവേശം മാഗാ, നീ മോഹാവേശത്തെ പ്രാപിക്കരുത്. മോഹം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥയാണ്. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്ത അവസ്ഥയാണ്. കർത്തവ്യം അകർത്തവ്യം തിരിച്ചറിയാത്ത അവസ്ഥയാണ്. തിരിച്ചറിവില്ലായ്മയാണ് മോഹം. അങ്ങനെ മോഹം വരികയും പിന്നീട് ആവേശം വരികയും മനസ്സ് പൂർണ്ണമായി അതിലേക്ക് അങ്ങോട്ട് വീഴുകയാണ്. പരിപൂർണമായുള്ള പ്രവേശമാണ് ആവേശം. ഇപ്പോൾ സ്ത്രീകളെ കണ്ടു, ഇതിവിടെ പുരുഷനായ ശിഷ്യനോട് ഉപദേശിക്കുന്നത് കൊണ്ടാണ് സ്ത്രീയെ പറഞ്ഞത്. സ്ത്രീയോട് ഉപദേശിക്കുന്ന സമയത്ത് പുരുഷൻ്റെ സൗന്ദര്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ അതിനെ പറയേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പുരുഷനോട് പറയുന്നത് കൊണ്ട് സ്ത്രീയെക്കുറിച്ച് വിശദീകരിക്കുന്നു, സ്ത്രീയോട് പറയുമ്പോൾ പുരുഷനെക്കുറിച്ച് വിശദീകരിക്കണം. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ മാറിടങ്ങളും നാഭീദേശവുമൊക്കെ കണ്ടിട്ട് മോഹാവേശത്തെ പ്രാപിക്കല്ലേ, ഇതാണ് ഉപദേശം. ഇവിടെ പാഠഭേദം നാരീസ്തനഭരനാഭിനിവേശം എന്നാണ്. അവിടെ അർത്ഥം വരിക നാരികളുടെ ഭരസ്ഥനങ്ങളും നാഭികളുമൊക്കെ കണ്ട് അതിലേക്ക് താൻ പ്രവേശിക്കുന്നതിനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക, നിവേശിക്കുന്നതിനെ, ചേരുന്നതിനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് നാരീസ്തനഭരനാഭിനിവേശം. ദൃഷ്ട്വാ മാഗാ മോഹാവേശം, അതിനെ നീ കണ്ട് ഭ്രമിക്കരുതേ, മോഹാവേശത്തെ പ്രാപിക്കരുതേ. പാഠഭേദം മിഥ്യാമായ മോഹാവേശം. മിഥ്യയായ, ഇത് മിഥ്യയാണ്, ഉണ്ടെന്ന് കാണപ്പെടുന്നു, വിശേഷമാർന്നുള്ളതായി കാണപ്പെടുന്നെന്നല്ലാതെ ഒരു വിശേഷവും ഇല്ല. ഇത് മായാമോഹാവേശമാണ്. എന്തുകൊണ്ട്? ഏതൻ മാംസവസാദി വികാരം, ഇത് മാംസവസാദി വികാരം, മാംസം ഇറച്ചി, വസ കൊഴുപ്പ് എന്നുള്ളതിൻ്റെ വികാരം മാത്രമാണ്. കുറേ ഇറച്ചിയും കുറേ കൊഴുപ്പും ഓരോ ഭാഗത്ത് അടിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൊഴുപ്പും ഇറച്ചിയും കൂടുതൽ വന്നപ്പോൾ ആ ഭാഗം വികസിതമായി. ഇതാണ് പരമാർത്ഥം. ഇത് മനസ്സിൽ വിചിന്തയ, നീ നല്ലപോലെ ചിന്തിക്കൂ. വാരം വാരം, വീണ്ടും വീണ്ടും, വീണ്ടും വീണ്ടും നീ മനസ്സിൽ ചിന്തിക്കൂ. ഇവിടെ മനസ്സി വിചിന്തയ വാരം വാരം എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കിയാലും, ബൗദ്ധികമായി ഈ തത്വങ്ങളൊക്കെ ഗ്രഹിച്ചാലും പിന്നെയും ഇതര ലിംഗത്താൽ ആകർഷിക്കപ്പെടുക എന്നുള്ളതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരാലും പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളാലും ആകർഷിക്കപ്പെടുക എന്നുള്ളത് സംസാരത്തിലുണ്ട്.
ബുദ്ധിതലത്തിൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാലും ഈ സൃഷ്ടിയുടെ വിചിത്രതയ്ക്ക് വേണ്ടി സർവഹൃദയാന്തർവർത്തിയായി കാമൻ ഇരിക്കുന്നത് കൊണ്ട് വീണ്ടും ആകർഷണം വരാം. അതുകൊണ്ടാണ് വാരം വാരം വിചിന്തയ, വീണ്ടും വീണ്ടും ചിന്തിച്ചാലും എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ചിന്തിക്കണം, ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. ഇവിടെ നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗമോഹാവേശം ഏതൻ മാംസവസാദിവികാരം മനസ്സി വിചിന്തയ വാരം വാരം. മനസ്സിൽ വിചിന്തയ, നീ ചിന്തിക്കൂ. വിചിന്തയ എന്നുള്ളത് ശിഷ്യനോട് നേരിട്ട് ഉപദേശിക്കുകയാണ്. വിചിന്തയ, നീ ചിന്തിക്കൂ എന്ന്. വസ കൊഴുപ്പാണ്, മാംസം വസ എന്നിവയുടെ വികാരമാണിത് എന്നർത്ഥം. ഇങ്ങനെ എന്തിനാൽ ആകർഷിക്കപ്പെട്ട് ബദ്ധനായി കഴിയുന്നുവോ അതിനെക്കുറിച്ച് വിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ സ്ത്രീ ശരീരത്തെ വർണ്ണിച്ചു. ഇതുപോലെ ചിലർക്കിതൊന്നും ഒരു വിഷയമേ ആകില്ല, ഒരു സ്ത്രീയാലും ആകർഷിക്കപ്പെടില്ല. പകരം അവർക്ക് പണമായിരിക്കും, സ്വത്തായിരിക്കും, സ്ഥാനമാനങ്ങളായിരിക്കും. ഇങ്ങനെ ഓരോ വ്യക്തിയെയും ഈ സംസാരത്തിലേക്ക് ആകർഷിച്ച് ബന്ധിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം. ഇവിടെ ഉപലക്ഷണാർത്ഥത്തിലാണ് സ്ത്രീയെ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എല്ലാവരും സ്ത്രീദേഹങ്ങളാൽ ആകർഷരായിക്കൊള്ളണമെന്നില്ല. അതിനെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ധനത്തിന് പരിശ്രമിക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ അതിനെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് പരിശ്രമിക്കുന്നവരുണ്ടാകും. സ്വന്തം പത്നിയെപ്പോലും പണയപ്പെടുത്തി പണം സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണോ ഒരാളെ സംസാരത്തിൽ ബന്ധിക്കുന്നത് അതിനെക്കുറിച്ച് വിചാരം ചെയ്യാനാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് പറയാനുള്ളത്. ഇത് ഉപലക്ഷണാർത്ഥത്തിൽ പറഞ്ഞു സ്ത്രീ ശരീരത്തെക്കുറിച്ച്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. കളമൃദുസ്മിതം സുന്ദരാനനം